ഇത് ചൊവ്വാഴ്ച വൈകുന്നേരത്തെ വിശേഷം കേട്ടോ. ചായയൊക്കെ വെച്ച് ഏട്ടൻ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലൊക്കെ റെഡിയാക്കണം. അപ്പോഴേക്കും പിന്നെ അച്ചുട്ടിയും വന്നു കേട്ടോ. പിന്നെ സ്വത്തുൻ്റെയും വാവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ. അവർ അവിടെ പോയി ദിവസം 1 മണിക്കൂർ കളിക്കും കേട്ടോ. പിന്നെ നമ്മുടെ മുറ്റത്ത് ബോർവെല്ല് താഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഒരു കുഴിയിൽ. അപ്പോൾ നമ്മൾ അതിനൊരു സ്ലാബ് വാർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2-3 ഏട്ടന്മാർ വന്ന് അതിനൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ അത് മൂടി വെച്ചിരിക്കുന്നത് ഒരു ഷീറ്റും കൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏട്ടൻ അതിനൊക്കെ എടുത്ത് വിറകിൻ്റെ മുകളിലേക്ക് വെച്ചു. പിന്നെ ഞാൻ മുറ്റടിച്ചോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് ഇന്ന് വൈകുന്നേരത്തെ കുഴിമന്തി ഉണ്ടാക്കിയാലോ എന്നിട്ട്. അപ്പോൾ ഞാനും ഏട്ടനും കൂടി പിന്നെ ചിക്കൻ വാങ്ങിക്കാനും പിന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകും കേട്ടോ. നമുക്ക് ചിക്കൻ വാങ്ങിക്കാൻ ഒത്തിരി ദൂരമുണ്ട്. പിന്നെ അങ്ങനെ കട എത്തിയിട്ടോ. ഏട്ടൻ നോക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെയാണ്. ഏട്ടൻ നോക്കി ഒരു നീല കളർ സോഫ്റ്റ് ഡ്രിങ്ക്സ് എടുത്തു. ഞാൻ അങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും കുടിക്കില്ല കേട്ടോ. പക്ഷേ ഏട്ടൻ കുടിക്കാണ്ടപ്പോൾ ഈ കുടിക്കാൻ തോന്നി. അപ്പോൾ കുടിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് അങ്ങനെ വീടെത്തി. ഞാൻ പിന്നെ വന്നപാടെ ചിക്കനുള്ള മസാലകളൊക്കെ വറക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അച്ചുട്ടി പറഞ്ഞു അമ്മ ഞാൻ പൊടിച്ച് തരാൻ പറഞ്ഞു. പിന്നെ ഞാൻ ആദ്യമായിട്ടാട്ടോ കുഴിമന്തിയൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും അടുക്കളയിൽ പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ മസാല തിരുമ്പണ നേരം കൊണ്ട് ഏട്ടന് പണി കൊടുത്തത് ഞാൻ നാരങ്ങ പിഴിയാനായിരുന്നു കേട്ടോ. ഏട്ടൻ പിന്നെ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊക്കെ റെഡിയാക്കി ഞാൻ ചിക്കനിൽ മസാല തിരുമ്പുമ്പോഴാണ് എനിക്ക് തോന്നിയത് ഏട്ടൻ നമുക്ക് ഇന്ന് തറവാട്ടിൽ കൂടിയാലോ എന്ന് തോന്നി കേട്ടോ. അത് കേട്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു കൂടാന്ന് പറഞ്ഞു. കുട്ടികൾക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ എപ്പോഴും ഒരേപോലെ തന്നെയല്ലേ. അപ്പോൾ ഒരു മാറ്റം എല്ലാവർക്കും ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ ഇതൊക്കെ തിരുമ്മിയതും എല്ലാം കൂടി പെറുക്കി കൂട്ടി നേരെ അങ്ങോട്ട് പോകാനുള്ള പുറപ്പാടിലായിരുന്നു കേട്ടോ. പിന്നെ അച്ഛമ്മയ്ക്ക് ഞങ്ങൾ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് ഇന്ന് വൈകുന്നേരത്ത് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതെല്ലാം എടുത്തിട്ട് എന്നെയും സ്വത്തുവിനെ ഏട്ടൻ ആദ്യം കൊണ്ടാക്കി തരാൻ പറഞ്ഞു. ഞങ്ങൾ വരുമ്പോഴേക്കും നിങ്ങളൊക്കെ റെഡിയാക്കി വെക്കി പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ അവിടെ എത്തിയ പാടെ പിന്നെ അരിയൊക്കെ വെള്ളത്തിട്ട് എല്ലാം റെഡിയാക്കുമ്പോഴേക്കും പിന്നെ അച്ചുട്ടിയും വാവയും ഏട്ടനൊക്കെ എത്തി. പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഒന്നും സഹായം വേണ്ട കേട്ടോ. ഇവിടുത്തെ അമ്മ കൂടും. ഇവിടുത്തെ അമ്മയ്ക്ക് ഭയങ്കര അടുക്കള പണി പണിയാൻ ഭയങ്കര കഴിവാട്ടോ. ഭയങ്കര സ്പീഡും നല്ല വയവുമാണ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ചിക്കനൊക്കെ വേകാൻ വെച്ചു. അവരെല്ലാവരും കൂടെ ഉമ്മർത്തിരുന്നിട്ട് വർത്താനം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് വേവാൻ വെച്ചപ്പോൾ ഞാനും വേഗം വന്ന് അവരുടെ കൂടെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാച്ചിട്ട് വന്നു. ഞങ്ങളാകെ ഏട്ടൻ വരുന്ന സമയത്ത് സംക്രാന്തിക്ക് മാത്രം കേട്ടോ ഇവിടെ കൂടാറുള്ളൂ. പിന്നെ ഓണത്തിനും വിഷുവിനൊക്കെ ഇവിടുത്തെ അച്ഛനും അമ്മയും അനിയനൊക്കെ നമ്മുടെ വീട്ടിലാട്ടോ കൂടാറ്. സ്വത്തുൻ്റെ കയ്യിൽ ഒരു പൂമ്പാറ്റ വന്നിരുന്നുണ്ടായിരുന്നു കേട്ടോ. അവനത് എന്നെ കാണിക്കാൻ വന്നതാണ്. ഞാനപ്പോൾ അതിനെ വേഗം പറത്തി വിട്ടാക്കി. പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും സമയം 11 മണി കഴിഞ്ഞു. ഫുട്ബോൾ കളിയുള്ള കാരണം കൊണ്ട് തന്നെ പിന്നെ ആരും അങ്ങനെ ശല്യം ചെയ്തില്ല കേട്ടോ. എന്താ ആവാത്തത് പറഞ്ഞിട്ട് ഫുഡ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് 11:30 കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയത് കേട്ടോ. പിന്നെ പോയി ഞാൻ അവിടെ എത്തിയ പാടനെ നാളേക്കുള്ള ചോറിനുള്ള അരി ഇറക്കി വെച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.